മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഴക്കാലത്ത് നമ്മൾ സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കേണ്ട കുറച്ച് ആക്സറീസിനെ കുറിച്ചാണ്. അത് സൈക്കിളിൽ ഉപയോഗിക്കേണ്ട ആക്സറീസും പിന്നെ നമ്മൾ റൈഡർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ട കുറച്ച് ആക്സറീസിനെ കുറിച്ചാണ്. നമ്മളുടെ സൈക്കിളിലൊന്നും മൺകാട് വരാറില്ല. മൺകാട് വരാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിൾ തന്നെ നമുക്ക് എയറോഡൈനാമിക്കലി മോഡിഫൈ ചെയ്തിരിക്കുന്ന സൈക്കിളായിരിക്കുള്ളൂ എല്ലാം. അപ്പോൾ നമുക്ക് അത്രയും എയർ പിടുത്തം, അതായത് കാറ്റ് പിടിക്കുന്നത് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ നമ്മുടെ സൈക്കിൾസിൽ നിന്നും മൺകാട് വരാത്തത്. അപ്പോൾ നമുക്ക് റെയിനി സീസണിൽ എന്തായാലും മൺകാട് വെച്ച് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ജേഴ്സിയിലും നമ്മളെ ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് ചെളിയും മണ്ണും ഇതൊക്കെ നമുക്ക് പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ റെയിനി സീസണിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൈപ്പ് മൺകാടാണ് ഈ മൺകാട്. പിന്നെ ഫ്ലാഷ് മൺകാട് എന്നാണ് പറയുന്നത്. ഇത് ഞാൻ ഡെക്കാത്ലോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ഡെക്കാത്ലോണിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ വേറെ എവിടെയും ഇത് കണ്ടിട്ടില്ല. ഇത് നമ്മൾ ഫ്രണ്ട് സൈഡിൽ നമ്മളുടെ ഫ്രണ്ട് വീലിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു മൺകാടാണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഒരു രണ്ട് ടൈ ഉണ്ട് ഇതിൻ്റെ എക്സ്ട്രാ. ടൈ ഉപയോഗിച്ചാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് റിയർ സൈഡിൽ ഉപയോഗിക്കുന്ന മൺകാടാണ്. ഇത് നമുക്ക് ഇതിനൊരു സ്ട്രാപ്പുണ്ട്. ഈ ഒരു സ്ട്രാപ്പ് വെച്ചാണ് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് സാഡിലിൻ്റെ താഴെയോ, അല്ലെങ്കിൽ യൂഷ്വലി സാഡിലിൻ്റെ താഴെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. സാഡിലിൻ്റെ താഴെയോ അല്ലെങ്കിൽ നമ്മൾ കാരിയർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരിയറിൻ്റെ താഴെയായിട്ട് മണ്ണും ചെളിയൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇത് നമ്മൾ മഴക്കാലത്ത് ഉപയോഗിക്കാവുന്ന ഒരു ലൂബാണ്. ഇതിനെ നമ്മൾ വെറ്റ് ലൂബ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വെറ്റ് കണ്ടീഷനിൽ ഉപയോഗിക്കുന്നത് വെറ്റ് ലൂബും ഡ്രൈ കണ്ടീഷനിൽ ഉപയോഗിക്കുന്നത് ഡ്രൈ ലൂബുമാണ്. അധികം പേര് അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല ശരിക്കും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത്. പക്ഷേ മെയിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് റേസേഴ്സാണ് ഈ ലൂബൊക്കെ ഉപയോഗിക്കുന്നത്. ഇതൊരു പ്രോ ലൂബാണ്. ഇത് മെയ്ഡ് ഇൻ UK ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 300 രൂപയാണ്. ഇത് 50 ml ഒരു പാക്കാണ്. അതായത് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് മിക്കവരും ഇത് ഉപയോഗിക്കാത്തത്. അപ്പോൾ നമുക്ക് റെയിനി സീസണിൽ ഇങ്ങനത്തെ ഒരു ഈ വെറ്റ് ലൂബ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കുള്ളൂ. ഇത് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മളുടെ സാധാരണ ഡ്രൈ ലൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 കിലോമീറ്റർ നമ്മൾ റൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ലൂബ് ചെയ്യേണ്ടി വരും. പക്ഷേ വെറ്റ് ലൂബ് കുറേയും കൂടി ലാസ്റ്റ് ചെയ്യും. ഈ ലൂബ് നമുക്ക് റെയിനി സീസണിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി നമ്മൾ ഡ്രൈ ലൂബായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ലൂബാണ്. അപ്പോൾ ഈ ലൂബ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡ്രൈ കണ്ടീഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഡസ്റ്റും മണ്ണൊക്കെ പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് റെയിനി സീസണിൽ മാത്രം നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെറ്റ് ലൂബാണ് നമ്മൾ റെയിനി സീസണിൽ ഉപയോഗിക്കേണ്ടത്. ഡ്രൈ ലൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയത്ത് പെട്ടെന്ന് വാഷ് ഓഫ് ആയി പോകും. അതായത് നമുക്ക് ഡ്രൈ കണ്ടീഷനിൽ ഡ്രൈ ലൂബ് ഉപയോഗിച്ചിട്ട് 100 കിലോമീറ്റർ റൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സെയിം ലൂബ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തിന്നായതുകൊണ്ട് കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് വാഷ് ഓഫ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെറ്റ് ലൂബ് ഉപയോഗിക്കുന്നത്. ഇത് പിന്നെ നമുക്ക് ഡെക്കാത്ലോണിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ കവറാണ്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് കവറാണ്. ബിറ്റുവിൻ്റെ ഒരു ലോഗോയൊക്കെ ഉണ്ട്. നമുക്കിതൊരു 5.5 ഇഞ്ച് 6 ഇഞ്ച് താഴെയുള്ള ഫോൺ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഇത് എൻ്റെ ഫോൺ റെഡ്മി നോട്ട് 5 Pro ആണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്കിതിൽ ഉപയോഗിക്കാം. ഇവിടെ അതിൻ്റെ ഒരു ക്ലോസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് റെയിനി സീസണിൽ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഇത് അണ്ടർ വാട്ടറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ താഴെ കൊണ്ടുപോയി വെള്ളത്തിന് താഴെ കൊണ്ടുപോയി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് ഈ റിങ് ചെയ്യുമ്പോൾ നമുക്ക് പുറത്ത് ശബ്ദം കേൾക്കാൻ പറ്റും, റിംഗ് ടോൺ കേൾക്കാൻ പറ്റും. വേറെ ഇഷ്യൂസൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിയത് 100 രൂപയ്ക്കാണ്. ഞാൻ കഴിഞ്ഞ ഒരു മഴക്കാലത്താണ് ഈ സാധനം വാങ്ങിയത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഡെക്കാത്ലോണിൽ 129 രൂപയ്ക്കാണ്. അടുത്തത് ഇതൊരു പ്ലാസ്റ്റിക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സാഡിൽ ബാഗ് വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ നമ്മളെ സാഡിൽ ബാഗിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമുക്ക് സാഡിൽ ബാഗിൽ വെക്കാം. അപ്പോൾ സാഡിൽ ബാഗ്
വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ കൂടെ നമ്മളുടെ സാഡിൽ ബാഗിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും അറിയില്ല. പിന്നെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രണ്ട് ലൈറ്റോ അല്ലെങ്കിൽ റിയർ ലൈറ്റോ എന്തെങ്കിലും വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറ്റിയിട്ടിട്ട് നമുക്ക് സൈക്കിളിൽ വെക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ഇത് ലൈറ്റ് വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ കൂടെ നമുക്ക് മഴയത്ത് സിമ്പിളായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. വെള്ളമൊന്നും ഇതിൻ്റെ അകത്തേക്ക് കയറില്ല. അടുത്തത് ഇതൊരു റെയിൻ കോട്ടാണ്. ഇത് കേശോയുടെ ഒരു റെയിൻ കോട്ടാണ്. ഇതിൻ്റെ മോഡൽ നെയിം ജാക്കറ്റ് റെയിൻ ഗാർഡ് മാൻ എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം. ഇത് ഡെക്കാത്ലോണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിയൊരു പ്രൊഡക്റ്റ് ആയിരിക്കുള്ളൂ. ഇത് 2-3 വർഷമായിട്ട് ഡെക്കാത്ലോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ പൗച്ചല്ല, റെയിൻ കോട്ടിനോട് ചേർന്ന് തന്നെയാണ് ഈ കവർ ഇരിക്കുന്നത്. അതായത് ഇത് നമ്മൾ തുറന്ന് കഴിയുമ്പോൾ ഇത് പോക്കറ്റായിട്ട് മാറും. അപ്പോൾ തിരിച്ച് നേരെ തന്നെ അഴിച്ചിട്ട് ആ പോക്കറ്റിലേക്ക് കയറിയിട്ട് സിബ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പൊസിഷനിലേക്ക് വരും. ഇത് ഇങ്ങനെ ഇരിക്കുന്ന കൊണ്ടൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ മഴയില്ലാത്ത സമയത്ത് ഉപയോഗിക്കാത്ത സമയത്ത് നമ്മളുടെ ജേഴ്സിയുടെ പുറകിൽ ജേഴ്സിയുടെ പോക്കറ്റിലിടാം. നമുക്ക് ബോട്ടിൽ ഹോൾഡറിൽ ഇത് കയറ്റി വെക്കാം, കുഴപ്പമില്ല. അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടാനാണെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനും കൂടെ ഇവിടെയുണ്ട്. ഞാൻ തുറന്ന് നോക്കുവാണെങ്കിൽ ഇതാണ് റെയിൻ കോട്ട്. ഇതിപ്പോൾ നേരെ ഒരു പോക്കറ്റായിട്ട് മാറി. പിന്നെ ഇവിടെ ഒരു സിബ്, ഇത് നമുക്ക് നമ്മളുടെ തലയുടെ ഭാഗത്തുള്ള ക്യാപ്പ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ സാധനം ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. പിന്നെ താഴെ നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത്, ഇത് ഇപ്പോൾ ഈ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജ് മീഡിയം, അതായത് മീഡിയം ഉപയോഗിക്കുന്ന ആളുകൾക്കും ലാർജ് സൈസ് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ ഒരു സെയിം റെയിൻ കോട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്കതിലേക്ക് മീഡിയം സൈസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അധികം സ്പീഡിലൊക്കെ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാറ്റ് പിടുത്തം കുറച്ച് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഒഴിവാക്കണം എന്നുള്ളൊരു ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് സൈക്ലിങ്ങിന് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു റെയിൻ കോട്ടും കൂടെ ഇറങ്ങുന്നുണ്ട്. ആ റെയിൻ കോട്ടാണെങ്കിൽ നമുക്ക് ബോഡി ഫിറ്റ് ആയിരിക്കും, നമുക്ക് ഈസി ആയിട്ട് അത് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അതിനോട് ചേർന്നൊരു പൗച്ച് വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് തിരിച്ച് മടക്കി വെക്കാം. കുറച്ചും കൂടെ കട്ടിയും ക്വാളിറ്റിയും കൂടുതലായിരിക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 500 രൂപയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം.